ഗായ്സ്, വെൽക്കം. ഹാപ്പി ടു ഹാവ് യു ഹിയർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു പി സി ബിൽഡാണ്. എൻ്റെ കുറേ കാലത്തെ ഡ്രീമാണ് ഒരു പി സി ബിൽഡ് ചെയ്യണത്. അങ്ങനെ ഫൈനലി ഞാൻ അത് ബിൽഡ് ചെയ്തു. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ ബിൽഡ് ചെയ്തു, ഇതിൽ യൂസ് ചെയ്തേക്കുന്ന കോമ്പോണൻസ് ഏതൊക്കെയാണ്, ഞാൻ എന്തുകൊണ്ട് ഈ കോമ്പോണൻസ് പ്രിഫർ ചെയ്തതാണ്. കാരണം ഞാൻ ഈ കോമ്പോണൻസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബെസ്റ്റ് ഔട്ട്പുട്ട് വേണമായിരുന്നു, ഫൈനൽ ഔട്ട്പുട്ട് വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ കോമ്പോണൻസ് ഒക്കെ നല്ല ശ്രദ്ധിച്ച് സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഫുള്ള് കാണുക. അപ്പോൾ നമ്മളങ്ങനെ ഷോപ്പിലെത്തിയതിന് ശേഷം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു. പവർ സപ്ലൈ വെച്ചിട്ട് ബാക്കിയൊക്കെ നമുക്ക് കിട്ടി. പവർ സപ്ലൈ ഒരു വേറെ ഷോപ്പിൽ നിന്ന് അറേഞ്ച് ചെയ്യും. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളെ ക്യാബിൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാനിവിടെ പി സിയുടെ കേസിന് വേണ്ടി സെലക്ട് ചെയ്തേക്കണേ അസൂസിൻ്റെ ടഫ് GT502 എന്ന് പറഞ്ഞ കേസാണ്. അപ്പോൾ ഇത് 2 കളറിലാണ് വരുന്നത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പോൾ ഞാനെടുത്ത ബ്ലാക്കാണ്. ഞാനിത് എടുക്കാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ ഈ ചേട്ടൻ പൊക്കണാണ്. ഇത് കണ്ടോ, ഈ സിമ്പിളായിട്ട് ഇതിൻ്റെ സ്ട്രാപ്സ് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ സുഖമാണ്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി 4 ഇൻബിൽഡ് ഫാന് വരുന്നുണ്ട്. പിന്നെ ടഫ് സീരീസിൻ്റെ ഒരു ലോഗോ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ബിൽഡിന് വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന കോമ്പണൻസ്. അപ്പോൾ ഇതിനകത്ത് പവർ സപ്ലൈ മിസ്സിംഗ് ആണ്, ബാക്കി എല്ലാ സാധനവും ഉണ്ട്. അപ്പം നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് അസൂസിൻ്റെ ടഫ് സീരീസിൽ പറഞ്ഞ 5070 ആണ്, RTX 5070 ആണ്. പിന്നെ എടുത്തേക്കുന്നത് ടഫ് സീരീസിൽ പറഞ്ഞ B850E എന്ന് പറയുന്നൊരു മദർ ബോർഡാണ്. സ്റ്റോറേജിന് വേണ്ടി നമ്മളിവിടെ എടുത്തേക്കുന്നത് കിങ്സ്റ്റോണിൻ്റെ 1 TB ആണ്. പിന്നെ G-Skillൻ്റെ ഒരു 32 GB റാമാണ് എടുത്തേക്കുന്നത്. പിന്നെ അടുത്തായിട്ട് എടുത്തേക്കുന്നത് നമ്മൾ AMDയുടെ Ryzen 7 9800 ആണ്. അടിപൊളി പ്രോസസ്സറാണ്. അപ്പോൾ അടുത്തായിട്ട് ഒരു കോഗറിൻ്റെ കൂളറും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് മദർ ബോർഡ് വെച്ചുകൊണ്ടാണ്. അപ്പോൾ മദർ ബോർഡാണ് എല്ലാ ബിൽഡിൻ്റെയും ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുറേ മദർ ബോർഡ് തപ്പി നടന്നു. അവസാനം ഞാൻ സെലക്ട് ചെയ്ത മദർ ബോർഡാണ് B850E എന്ന് പറഞ്ഞ മദർ ബോർഡ്. ഇത് ടഫ് സീരീസിൻ്റെ ആണ്. നമ്മളെ കേസും ഗ്രാഫിക്സ് കാർഡൊക്കെ ടഫ് സീരീസാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് സെയിം എക്കോസിസ്റ്റത്തിൽ കിടന്നോട്ടെ എന്ന്. അപ്പോൾ നമ്മൾ ഈ മദർ ബോർഡിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രോസസ്സർ അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ള പ്രോസസ്സറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞാൽ മദർ ബോർഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല മദർ ബോർഡ് സെലക്ട് ചെയ്യാൻ നോക്കുക. പ്രോപ്പറായിട്ടുള്ള ഹീറ്റ് സിങ്ക്, പവർ ഡെലിവറി കാര്യങ്ങളുള്ള മദർ ബോർഡ് സെലക്ട് ചെയ്യുക. ഓവർ എക്സ്പെൻസീവ് ആവണമെന്നല്ല, നല്ല മദർ ബോർഡ് ആയാൽ മതി. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് മദർ ബോർഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്റ്റോറേജും റാമുമാണ്. അപ്പോൾ സ്റ്റോറേജും റാമിൻ്റെ പൈസ ഡെയിലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ സ്റ്റോറേജിന് വേണ്ടി എടുത്തേക്കുന്നത് 1 TB ആണ്. അപ്പോൾ 4-5 ഗെയിംസ് ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റോറേജ് ഫുള്ളാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്യൂച്ചറിൽ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ റാമിന് വേണ്ടി സെലക്ട് ചെയ്തേക്കുന്നത് G-Skill Tridentൻ്റെ 32 GB റാമാണ്. കറൻറ്റ്ലി G-Skillൻ്റെ റാമും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മാർക്കറ്റിലേക്ക് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഉള്ളയിടത്താണെങ്കിൽ കത്തി റേറ്റാണ്. അപ്പം നമ്മൾ ഈ ബിൽഡിലേക്ക് സെലക്ട് ചെയ്തേക്കുന്ന റാം വരുന്നത് 32 GB CL36000 ആണ്. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് കോൺഫിഗറേഷൻ ആണ് നമ്മുടെ പ്രോസസ്സറിന് വേണ്ടിയിട്ട്. നമുക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യും, ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും സ്പീഡും കിട്ടും. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകണം നമ്മളെ പ്രോസസ്സറാണ്. അപ്പോൾ നമ്മുടെ പ്രോസസ്സർ വരുന്നത് AMD Ryzen 7 9800X 3D ആണ്. ഇത് സെലക്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇത് വൺ ഓഫ് ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗെയിമിംഗ് CPU എവർ മെയ്ഡ് ആണ്. ഇത് നല്ലൊരു പവർഫുൾ ആയിട്ടുള്ളൊരു CPU ആണ്. അതാണ് ഞാൻ ഈ ബിൽഡിന് വേണ്ടിയിട്ട് ഇത് സെലക്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ. അപ്പോൾ നമ്മളെ പ്രോസസ്സറും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് സെറ്റാക്കാൻ വേണ്ടി പോകുന്നത് നമ്മളെ കൂളറാണ്. അപ്പോൾ കൂളറിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന കോഗർ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ കൂളറാണ്. ഇത് സെലക്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസും പ്രൈസും ആണ്. എനിക്ക് നല്ല പ്രൈസിനാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. പിന്നെ ഞാനിത് ഓൾറെഡി ഇവിടെ കുറച്ച് ബിൽഡ് കണ്ടായിരുന്നു ഈ കൂളർ വെച്ച് ചെയ്തത്. അപ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടി. ഡിസൈനൊക്കെ നല്ല ഡിസൈനാണ്. അടുത്തായിട്ട് നമ്മളെ കൂളർ കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മളങ്ങനെ നമ്മളെ കൂളറും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മളെ പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പവർ സപ്ലൈ കറൻറ്റ്ലി ഇവരെ കയ്യിൽ സ്റ്റോക്കില്ലായിരുന്നു. അപ്പോൾ ഇവർ വേറെ ഷോപ്പിൽ നിന്ന് അറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പവർ സപ്ലൈക്ക് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തേക്കണ അസൂസിൻ്റെ പ്രൈം 850 വോൾട്ടിൻ്റെ പവർ സപ്ലൈ ആണ് ഈ ബില്ലിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തേക്കണത്.
ഏകദേശം നമ്മൾ 80% പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ പവർ സപ്ലൈയിലോട്ടേക്ക് കണക്ഷൻ കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ക്യാബിനകത്തോട്ടേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കൂളറും കാര്യങ്ങളൊക്കെ നമ്മൾ ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളങ്ങനെ കൂളറും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം ഡസ്റ്റ് ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്യാണ്. എനിക്ക് അറിയത്തില്ല എല്ലാ കേസിനോടും ഡസ്റ്റ് ഫിൽറ്റർ വരുമെന്ന്, പക്ഷേ ഇതിനോട് ഡസ്റ്റ് ഫിൽറ്റർ വരുന്നുണ്ട്. ടോപ്പിലും ബോട്ടത്തിലും ഡസ്റ്റ് ഫിൽറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളെ ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഗ്രാഫിക്സ് കാർഡിന് വേണ്ടി സെലക്ട് ചെയ്തേക്കുന്നത് RTX 5070 ആണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് RTX 5070 സെലക്ട് ചെയ്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് RTX 5080യും 5090യും വാങ്ങാനുള്ള പൈസ ഇല്ലായിരുന്നു. അതാണ് മെയിൻ റീസൺ നമ്മൾ 5070 വാങ്ങിയത്. വേറെ ഒന്നുമല്ല, പൈസ ഉണ്ടെങ്കിൽ എന്തായാലും 5090 വാങ്ങിയേനെ. അപ്പോൾ നമ്മൾ ഗ്രാഫിക്സ് കാർഡ് എടുത്ത സമയത്തും ടഫ് സീരീസ് തന്നെയാണ് സെലക്ട് ചെയ്തത്. അപ്പം ബാക്കി നമ്മൾ ഒട്ടുമിക്ക എല്ലാ പാർട്സും ടഫ് സീരീസ് ആയതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഇതും ടഫ് സീരീസ് സെലക്ട് ചെയ്തത്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടഫ് സീരീസിൽ വരുന്ന സമയത്ത് അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നല്ലതാണ്. പെർഫോമൻസ് അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. അപ്പോൾ എനിക്ക് സോട്ടക്കും കാര്യങ്ങളും വേറെ ബ്രാൻഡിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അസൂസായിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്ത് നിന്നത്. അങ്ങനെ നമ്മളെ ഗ്രാഫിക്സ് കാർഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ഈ ഗ്രാഫിക്സ് കാർഡിന് കണക്ഷൻ കൊടുക്കണം. പിന്നെ പവർ സപ്ലൈക്ക് കുറച്ചുകൂടി കണക്ഷൻ കൊടുക്കാൻ ബാലൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ കേബിൾ മാനേജ്മെൻറ്റ് ഒന്ന് സെറ്റാക്കാനുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും സ്വന്തമായിട്ട് PC ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം സ്വന്തമായിട്ട് PC അസംബിൾ ചെയ്തിട്ട് അത് ഓൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീല് അത് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പവർ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ഓൺ ആയിക്കഴിഞ്ഞാൽ നമ്മളെ PC കാണാൻ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്താണ്, ഇനിയും കുറച്ച് കാര്യങ്ങൾ സെറ്റാക്കാനുണ്ട്. അതൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ കുറച്ച് ഗെയിം വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം നമുക്ക് കുറേ കാര്യങ്ങൾ PC-നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അറേഞ്ച് ചെയ്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, RDR-ഉം കുറച്ച് ഗെയിംസ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചായിരുന്നു ഓൾറെഡി. ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ടിങ് മുതൽ കളിക്കാൻ തുടങ്ങി RDR 2 ഒക്കെ PC സെറ്റായതിന് ശേഷം. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ കൺസോളിലായിരുന്നു ഇതൊക്കെ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് കൺസോളിൽ നിന്ന് PC-ലോട്ടേക്ക് വന്ന സമയത്ത് എനിക്ക് നല്ല ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ എനിക്ക് PC-ക്കകത്തൊരു ഏവറേജ് ഇത് കളിക്കുന്ന സമയത്ത് 90 to 100 FPS എനിക്ക് കിട്ടുന്നുണ്ട്. അത് നല്ല ചേഞ്ച് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കൺസോളായിട്ട്. അപ്പോൾ അടുത്ത ഗെയിമായിട്ട് നമുക്ക് Expedition 33 ചെക്ക് ചെയ്യാം. അപ്പോൾ എക്സ്പെഡിഷൻ്റെ അകത്ത് ഭയങ്കര സ്മൂത്താണ് ഗെയിം. ഇതിൻ്റെ അകത്ത് ഞാനൊക്കെ മാക്സ് ഗ്രാഫിക്സാണ് എനേബിൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എനിക്കൊരു 120 to 130 FPS കിട്ടുന്നുണ്ട്. ഗെയിം നല്ല സ്മൂത്താണ്. നമുക്ക് അടുത്ത ഗെയിമായിട്ട് NFS എടുക്കാം. അപ്പോൾ NFSൻ്റെ അകത്ത് നമുക്കൊരു ഏവറേജ് ഒരു 300 to 350 FPS കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഗെയിം മൊത്തം മാക്സ് ആണ്. ഇത് മൊത്തം മാക്സ് ഗ്രാഫിക്സിലാണ് കിടക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം 3-4 ഗെയിംസേ ഉള്ളൂ ഡൗൺലോഡറായിട്ട്. അപ്പോൾ ഞാൻ സ്റ്റീമിൻ്റെ സമ്മർ സെയിലിൻ്റെ സമയത്ത് കുറേ സ്റ്റോറി ടൈപ്പ് ഗെയിംസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ സ്റ്റോറി മോഡ് ഗെയിംസൊക്കെ ലൈവ് ചെയ്യലുണ്ടായിരുന്നു. പക്ഷേ കൺസോളിൽ നിന്ന് ഡയറക്റ്റായിരുന്നു ലൈവ് ചെയ്യൽ PS5-ന്ന്. അപ്പോൾ നെറ്റോ കാര്യങ്ങളൊക്കെ കട്ടായി കഴിഞ്ഞാൽ അപ്പോൾ ലൈവ് എൻ്റെ ആയി പോകുമായിരുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു കൺസോളിൽ നിന്ന് ഡയറക്റ്റ് സ്ട്രീം ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ PC ഒക്കെ സെറ്റ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ നല്ല നല്ല സ്റ്റോറി മോഡ് ഗെയിംസൊക്കെ ആയിട്ട് പിന്നെ ലൈവിലോട്ടേക്ക് വരും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോൻ്റെ അകത്ത് കുറച്ച് ക്വാളിറ്റി ഇഷ്യൂസൊക്കെ ഉണ്ടാവും. ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ കുറേ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.